ഇവിടുന്നാണ് സെയിൽ ചെയ്യുന്നത് മൊത്തം. അവിടെ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയത് ഇങ്ങനെ ഓരോരോ ആകൃതിയിലും ഓരോ ഷേപ്പിലും ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് പല ടൈപ്പ് വിവിധ തരത്തിലുള്ള സംഭവങ്ങൾ കാണാം. മിനിമൂട്ടിയിൽ വന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഫാക്ടറി കയറിയിട്ട് ചോക്ലേറ്റ് വാങ്ങാം കേട്ടോ. അപ്പോൾ സൂപ്പർ ഓരോ രീതി ഇവിടുന്നാണ് സെയിൽസിന് സാധനങ്ങൾ പോണേ. എല്ലാത്തിനും പേര് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എന്താണ് ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എല്ലാം നോക്കിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഏത് തരത്തിലുള്ളത് വേണം എന്ന് നോക്കി നമുക്ക് ചോക്ലേറ്റ് വാങ്ങാം കേട്ടോ. ഇവിടെ ജെംസ് ഉണ്ട്. വൈൻ വേണോ? നെല്ലിക്ക വൈന് ചോക്ലേറ്റ് ഇത് സാമ്പിളിന് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചോക്ലേറ്റ് എടുക്കാം. ഇവിടുന്ന് കിട്ടിയോ? അപ്പൊ ഞാൻ ശശി ബദാമാണല്ലേ? ഇത് ബദാം സൂപ്പറല്ലേ? ഞങ്ങൾ ഇവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഇറങ്ങുവാണേ. നമുക്ക് രണ്ട് ബില്ല്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് പുറത്ത് നിന്ന് കാണാം കേട്ടോ. അതിൻ്റെ ഗ്ലാസിൻ്റെ പുറത്ത് നിന്നിട്ട് അകത്തോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. ഇതിലൂടെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇവിടുന്ന് അതായി വരും. ഇങ്ങോട്ട് വരും. ചോക്ലേറ്റ് ആക്കി എടുക്കുവാണ്. ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നട്ട്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുവാണ്. നമുക്ക് ഇവിടെ വന്നപ്പോ നല്ല തണുപ്പ്. ഇവിടെ ഇറക്കി സ്ഥലം ഏതാ? നടുവട്ടാണോ? നടുവട്ടം കഴിഞ്ഞ് വന്ന സ്ഥലമാണ് ഊട്ടിയില്. ഊട്ടിയിൽ വന്നിട്ട് വർക്കി മേടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവര് ഊട്ടി വർക്കി മേടിക്കാൻ വേണ്ടി പോവാണ്. വർക്കി ഫാക്ടറിയാണ് ഈ കാണുന്നത്. ചോക്ലേറ്റ് വാങ്ങി ഇനി അടുത്തത് വർക്കി. ഇതാണ് വർക്കി ഉണ്ടാക്കുന്ന മെഷീന്. ഇതാ വർക്കി ലൈവാണ് കേട്ടോ. ഇവിടെ ലൈവ് കിച്ചണാണ്. വർക്കി ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. റെഡിയായി ഈ മെഷീനിൽ വന്ന് കട്ട് ചെയ്ത് ഓവനിൽ പോയി എടുക്കുവാണ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടേ. ഒരു കഷ്ണം എടുക്ക്, പൊട്ടിക്ക്. നല്ല സോഫ്റ്റ് ചൂടായി നല്ലതാണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഫ്രഷ് ഇവിടെ ഉണ്ടാക്കുന്ന ഊട്ടി വർക്കി. ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വർക്കികൾ ഇവിടെ. ഇതിവിടെ തട്ടിൽ എന്നിട്ട് ഇതിങ്ങനെ ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കും അല്ലേ? ഫ്രൈ ആക്കി എടുക്കും അല്ലേ? ഫാക്ടറി എന്താ ചേട്ടൻ വർക്കിയുടെ ഇതവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഇത് തരുവോ അണ്ണാ? അതവിടെ പരത്തുന്നുണ്ട്. പിന്നെ എന്നാ വില എന്താന്ന് ചോദിച്ചു നോക്ക്. ഇതിന് 120 ഒരു പാക്കറ്റിന്റെ വില. പാക്കറ്റ് ഞങ്ങളിത് ഇവിടെ വർക്കിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ ക്ലൈമാറ്റ് കൂടെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു സിറ്റിയിൽ നിന്ന് പോവുകയാണ്. അപ്പൊ നമ്മള് റൂട്ടിൽ വന്നിട്ട് ഓരോ സിറ്റിയിൽ നമ്മള് ഒറ്റയ്ക്ക് ഡ്രസ്സൊന്നും മേടിച്ച് ഇട്ടൊന്നും പോരാന്നത്. ഇവിടെ കയറി ഡ്രസ്സൊക്കെ മേടിച്ച് ഇട്ടിട്ട് മിനിറ്റിന് ഡ്രസ്സ് മാറിയിട്ട് ഫോട്ടോ എടുക്കാം. അപ്പൊ എനിക്ക് മാറ്റണ്ടേ? ടീഷർട്ട് അപ്പൊ വാ പോവാ. പൊളിച്ച് അടിപൊളി. അതുകൊണ്ടോ എന്റെ വണ്ടിക്കകം നിങ്ങൾക്ക് കാണണം. ഇവരൊക്കെ ഞാൻ കൂലിക്ക് കൂട്ടിക്കൊണ്ട് ഊട്ടി പോയാണ് ഈ തല ഉണ്ടാക്കിയിരുന്നോണം. ക്ലേ മാർട്ട് ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാം.
അവിടെ നമ്മുടെ മണ്ണും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന മൺപാത്രങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നോക്കാം, ചുമ്മാ പോയിട്ട് വരാം. വാ. മണ്ണും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആയ് ഞാൻ വൈറ്റില് പുള്ളി പൊളി കളറ് എനിക്ക് കയറാൻ പറ്റില്ല. പറ്റില്ലേ? ക്ലേ മാട്ടിൽ കയറിയിട്ട് ക്ലേ മാറ്റില് വെറൈറ്റി പോട്ട്സ് ഒക്കെ ഒന്ന് കാണാം. ഇത് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാ. ക്ലേ ഊട്ടി ക്ലേ മാർട്ട്. ആയില്ല, ഒന്നുകൂടെ പറഞ്ഞു. ഫോട്ടോകൾ മാത്രമല്ല ഒരാകൃതിയിലുള്ള ശില്പങ്ങളാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പങ്ങളാണ് ഇതേ കാണുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്തെല്ലാം നമുക്ക് ഓരോ സംഭവങ്ങൾ ആഡ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിനെല്ലാം ഹോൾസ് ഉണ്ട്. ഇവിടെ വാ, ഇത് കണ്ടോ, ഇത് നമ്മൾ എടുക്കുക, സൂപ്പറായിട്ട് കളർ ചെയ്യാം ഒന്നുകൂടെ വേണമെങ്കിൽ. ഇത് കണ്ടോ, ഇത് നമ്മൾ ആ വെള്ളം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിക്കാൻ, ആ ഇത് വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്യുന്ന സാധനം. ആനനെ വേണോ? ആനനെ വേണ്ട, മണ്ണിന്റെ ആനനെ വേണോ? വേണ്ട. ഇതാ മണ്ണായി. ഇതാ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ, ഒരു വെറൈറ്റി സാധനം. ഇത് വെള്ളച്ചാട്ടങ്ങൾ, നമ്മുടെ വാട്ടർഫാൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളില്ലേ, അതായത് ഇത് ഇതിന്റെ എല്ലാ സാധനവും കുറേ ഉണ്ട് കേട്ടോ. കുറെ സ്റ്റോക്ക് ഉണ്ട്, കുറെ സൈസിലുള്ള കുറെ സൈസിലുള്ള സ്റ്റോക്ക് ഉണ്ട്. പിന്നെ മൺകൂജകളുടെ വിവിധ തരത്തിലുള്ള ഡിസൈനുകള് ഇതെല്ലാം പൊളിച്ചിട്ടുണ്ട്. സൂപ്പറായി, അടിപൊളി. ഇത് ഉണ്ടാക്കുന്നതല്ലോ വീഡിയോ. വെറൈറ്റി സാധനങ്ങള്. ബുദ്ധനെ വേണോ? ഇത് വേണോ? നമ്മളിത് സാധാരണ മറ്റേ കുളമല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മുടെ കുളം. ഇത് നമുക്ക് മറ്റേ അജേട്ടന് കുറച്ച് വാങ്ങിച്ചോണ്ട് കൊടുക്കാറുണ്ടല്ലേ, അജേട്ടന്റെ കടയിലേക്ക്. ഇതിന്റെ ഉള്ളിൽ എന്തോ ഇതാക്കുന്ന അല്ലേ, ആക്കിയിട്ട് എല്ലാ സംഭവങ്ങളും ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം ഏതാ പോലും നടുവട്ടം കഴിഞ്ഞു വരുന്നൊരു സ്ഥലമാണ്. ഇത് സ്ഥലം ഫിംഗർ പോസ്റ്റ് അല്ലേ? ഫിംഗർ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്താ കച്ചവരട്ട് വെക്കുന്നതും ഇതിനൊക്കെ എത്ര? 349 ഇതിനകത്ത് തന്നെ ഇടുന്നേ, ഇതിനകത്ത് തന്നെ ഒഴിക്കുന്നത് ഓയിൽ ഒഴിക്കുന്ന ഹോട്ടലല്ലേ. പക്ഷെ അത് നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? ആ ശരിയാണല്ലേ, ഇതിനകത്ത് ഉറച്ചു പോകൂലായിരിക്കും അല്ലേ, എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചാ ഉറഞ്ഞു പോകും. വെളിച്ചെണ്ണ ഇവിടുത്തെ ക്ലൈമറ്റിൽ അതെ, ഉറഞ്ഞു എപ്പോ മിക്കപ്പോഴും തന്നെ. ചേട്ടൻ ഇവിടെ തന്നെയാണോ? പേര് പ്രദീപ്. മലയാളിയാണോ? ആണോ? കേരളത്തിലൂടെ നിലമ്പൂർ അല്ലേ? നല്ല സൗണ്ട് അല്ലേ? പോരെ. ഇതെവിടെ ഉണ്ടാക്കുന്നത് ഇത് സംഭവങ്ങളെല്ലാം? പലയിടത്തുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, കൂർഗ് ഉണ്ട്, കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്, പല സ്ഥലത്തുനിന്ന് വരുന്നതാണല്ലേ? ഇവിടെ നിന്നുള്ളവരുണ്ട്. ഇതിനകത്ത് അഴിച്ചു വെച്ചിട്ട് കെട്ടു പോവൂലേ? എത്ര വരുന്നത്? 299. രസമുണ്ടല്ലേ? മേടിക്കാം. പക്ഷെ അല്ലാത്തോളൊക്കെ കത്തിച്ചൂടെ? പക്ഷെ
1400 രൂപയുടെ പൂജയാണ് കേട്ടോ ഇത്. ജിഷ അവിടെ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. അവള് വാങ്ങിക്കൊണ്ട് വരട്ടെ. അന്നത്തേനും ഞങ്ങളിവിടെ വൈൻഡപ്പ് ഒക്കെ പറയുവാണ്. എടി ഇങ്ങോട്ട് വാടി, വല്ലതും പറ. ബാ അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് പോ. ശരി എന്നാ ബൈ ബൈ. ഊട്ടിയിൽ വരുന്നവരെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ചെറിയൊരു പ്ലേസ്, അത് ഫിംഗർ പോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ മണ്ണും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ക്ലേ മാർട്ട് എന്നിവിടെ റോഡ് സൈഡിൽ എഴുതി വെച്ചേക്കുന്നതാണ്. വെറുതെ കയറി കണ്ടോ കേട്ടോ, സൂപ്പർ രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് വാങ്ങാൻ പറ്റും. അപ്പൊ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സമയം പോകുന്നു. ഞങ്ങൾക്ക് ഇനി 1-2 സ്ഥലം കൂടെ കവർ ചെയ്യാനുണ്ട് പോണ വഴിക്ക്. ജിഷ ബാ പോകാം നമുക്ക്.